അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ തൂർ 28 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഇതുവരെയുള്ള ആയത്തുകൾ ഒന്ന് ഈ പരലോകത്തിനെ അള്ളാഹു തെളിയിക്കുകയാണ് ഈ സൂറത്തിലൂടെ. പരലോകത്തിനുള്ള തെളിവുകൾ പറഞ്ഞു. അതിനുശേഷം ആ തെളിവുകളോട് തെറ്റായി നിലപാടെടുക്കുന്നവർ നരകത്തിൽ പോകും എന്ന് പറഞ്ഞു. അവർ മുക്കദ്ദിബ്. അതേപോലെ തന്നെ അതിനോടുള്ള ശരിയായ നിലപാടെന്ന് പറയുന്നത് മുത്തഖി, തഖ്വ ഉള്ളവർ സ്വർഗത്തിൽ പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സത്യത്തെ കാണാതെ ഇരിക്കാൻ ഉള്ള ഒരു കാരണം ബന്ധങ്ങളോടുള്ള തെറ്റായ നിലപാടാണ്. ബന്ധങ്ങളോട് നമ്മൾ ശരിയായിട്ട് നിലപാടെടുത്തിട്ടില്ലെങ്കിൽ ആ നിലപാടിലൂടെ, തെറ്റായ നിലപാടിലൂടെ നമുക്ക് സത്യം കാണാൻ പറ്റാതെ വരും എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഈ സൂറത്ത് വേറൊരു ആംഗിളിലേക്ക് പോവാണ്. എന്ന് വെച്ചാൽ ഇതുവരെ പറഞ്ഞത് അള്ളാഹു സത്യം പ്രപഞ്ചത്തിൽ അവതരിപ്പിക്കും, ഓൾറെഡി ഉണ്ട് പ്രപഞ്ചത്തിൽ, കണ്ടാൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്? അത് കണ്ടെത്തൽ എന്ന് പറഞ്ഞതിന് ശേഷം വിശ്വാസിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയാണ്. പർട്ടിക്കുലർ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നതെങ്കിലും ഖുർആനിൽ അങ്ങനെ പറയുന്നതൊക്കെ നമ്മളോടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പോയിട്ട് ഞാൻ അതിൻ്റെ അർത്ഥങ്ങളിൽ പോയിട്ട് വിശദീകരണത്തിലേക്ക് പോകാം. 29-ാമത്തെ ആയത്ത് ഫദക്കിർ. ഫദക്കിർ എന്ന് പറഞ്ഞാൽ, ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കലാണ്. ഫദക്കിർ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക, റിമൈൻഡ് ദം, ഫദക്കിർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞിട്ട് അള്ളാഹു ഫമാ അൻത, താങ്കളല്ല, ബിനിഅമതി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ നിഅമത്ത് കൊണ്ട്, ബി കാഹിൻ. കാഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിലെയോ ഭൂതത്തിലെയോ നടക്കുന്ന കാര്യങ്ങൾ, സീക്രറ്റ്സ് അറിയാൻ കഴിയുന്ന ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജ്യോത്സ്യൻ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ചില തഫ്സീറിലൊക്കെ ജ്യോത്സ്യൻ എന്നാണുള്ളത്. അപ്പം ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഈ വഹി കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിത് ഇമാജിൻ ചെയ്യാൻ കഴിയുമ്പോഴേ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രവാചകൻ വഹിയൊക്കെ കറക്റ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു മനുഷ്യൻ അവരെ കൂടെ ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് പറയുകയാണെന്ത്, എനിക്ക് ആകാശ ലോകത്ത് നിന്ന് കുറേ സന്ദേശങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നിൽ വരികയാണ്. അപ്പോൾ ഇവർക്കിത് ഫസ്റ്റ് അനുഭവമാണ്. ഇതെന്താണ് സംഭവം, ഇതുവരെ ഇല്ലാത്ത ഒരാളിങ്ങനെ എന്താണ് പറയുന്നത്, അപ്പോൾ ഇയാൾ വിശ്വസിക്കണോ വേണ്ടേ? അപ്പോൾ കുറച്ചിങ്ങനെ അങ്ങോട്ടായപ്പം പിന്നെ അവർ ടാഗ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അവർക്ക് പരിചയമുള്ള ഇങ്ങനത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ടാഗ് ചെയ്യാണ്. അതിലൊന്നാണ് കാഹിൻ. കാഹിൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ. ജ്യോത്സ്യൻ എന്താ ചെയ്യുക, ഭാവിയിൽ എന്താ നടക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ ഇസ്ലാം വിജയിക്കും എന്ന് പറയുന്നു, നാളെ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറയുന്നതൊക്കെ ഭാവിനെ കുറിച്ചാണ്. അപ്പോൾ അവർക്ക് അറിയുന്ന ഇങ്ങനത്തെ ഒരു പിന്നെ തെറ്റായ നിലപാടെടുക്കുന്നത് കാഹിനാണ്. അപ്പം നീ കാഹിനാണ്. പിന്നെ അവർ പ്രവാചകനെ ആക്ഷേപിച്ചിരുന്ന ഒന്ന് മജ്നൂനാണ്. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ജിന്ന്, ജന എന്ന് പറഞ്ഞാൽ പിന്നെ മറഞ്ഞിരിക്കുന്നതാണ്. മജ്നൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ വെളിവില്ലാത്ത ആൾ, പിന്നെ ഭ്രാന്തൻ എന്നൊക്കെ പറയുന്നത്. അപ്പം മജ്നൂൻ എന്ന് പറഞ്ഞിരുന്നു, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ പ്രവാചകനെ പറഞ്ഞിരുന്നു. മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരോപിച്ചതാണ് ഷായിർ. ഷായിർ എന്ന് പറഞ്ഞാൽ എന്താണ്? കവി. ഈ കവി എന്ന് പറയാൻ കാരണം എന്താ? കവി എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ കവികളെ വല്ലാതെ പിന്നെ ആ കാലഘട്ടത്തും കവികളെ ഇതാക്കിയിരുന്നു. പക്ഷെ കവികൾ എന്താ ചെയ്യുന്നത് ശരിക്കും? കവിത എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ഭാവിയെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷയാണ് കവിതകൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നല്ലൊരു നാടുണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കവിത അവരെ ഭാവനയിൽ എന്ത് ചെയ്യാണ്? നല്ല നാടിനെ കുറിച്ചുള്ളൊരു പ്രതീക്ഷ ഭാവനയിലൂടെ കുറേ പുതിയ കാര്യങ്ങൾ പറയാണ്. പക്ഷെ അത് ബേസ് കറക്റ്റായി കൊള്ളുന്നില്ല, ചിലപ്പം അതൊരു ആഗ്രഹം പറയുന്നതാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വർഗത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് ഒരു കവിതയാണ് എന്നുള്ളത് അവർ. അപ്പം ഇതിനെ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ എന്ത് ചെയ്യുക, നീ നിൻ്റെ പണിയെടുക്കുക. ആ പണിയെടുക്കുമ്പോൾ വരുന്ന കുറേ തടസ്സങ്ങളെക്കുറിച്ച് അള്ളാഹു കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഫമാ അൻത ബി നിഅമതി റബ്ബിക, ഭയങ്കര ചേർത്ത് പിടിച്ചിട്ടാണ് പറയുന്നത്. നിൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നീ എന്തല്ല, കാഹിനും അല്ല, വലാ മജ്നൂനും അല്ല. അടുത്ത ആയത്ത് അം യഖൂലൂന ഷായിർ,
അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നുണ്ടോ നീ ഷായിർ എന്താണ് കവിയാണ് എന്ന് പറയുന്നുണ്ടോ? തറബ്ബസു ബിഹി റൈബൽ മനൂൻ, നതറബ്ബസു ബിഹി റൈബൽ മനൂൻ, റൈബൽ മനൂൻ നതറബ്ബസ്. തറബ്ബസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കുക, റബ്ബസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുക എന്നാണ് അർത്ഥം. എന്തെങ്കിലും ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നതിനാണ് പിന്നെ എന്താണ് റബ്ബസ എന്ന് പറയുക. അപ്പോൾ നതറബ്ബസു എന്ന് പറഞ്ഞാൽ അവർ കാത്തിരിക്കുകയാണ് എന്ത്? ബിഹി റൈബൽ മനൂൻ. റൈബൽ മനൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയം. പിന്നെ മനൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യാന്നാണ് അർത്ഥം. അപ്പം മരണത്തിന് ഒരു സാധനം നിന്ന് പോകുന്നതിനൊക്കെ മനൂൻ എന്ന് പറയും. അപ്പോൾ ഭാവിയിൽ ഇയാൾ എന്ത് ചെയ്തോളും? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടയില്ല, സ്ഥാനം എന്തായിക്കോളും, ഈ സാധനം നിന്നോളും. റൈബൽ മനൂൻ, കുറച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് നിന്നുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് അവർ നതറബ്ബസു, അവർ കാത്തിരിക്കുകയാണോ എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെ എന്നിട്ട് പിന്നെ 31-ാമത്തെ ആയത്തിൽ കുൽ അവരോട് പറയാം, തറബ്ബസു നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക, ഫ ഇന്നി മഅക്കും മിനൽ മുതറബ്ബിസീൻ ഞാൻ നിങ്ങൾ ഒന്നിച്ച് കാത്തിരിക്കുന്നില്ല. ഇങ്ങനത്തെ ആയത്തുകളിലൊക്കെയാണ് ശരിക്കും BGM നമ്മളിപ്പോൾ പറയുന്നത്. ചില ഖുർആൻ്റെ ആയത്തുകളിൽ BGM ഇല്ലാണ്ട് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ അവർ പറയുകയാണെന്ത് നമ്മൾ കാത്തിരിക്കുകയാണ്, സംഭവം വലിയ വലിയ വർത്തമാനം പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഈ സാധനം നിന്നോളും എന്നാണ് അവർ പറയുന്നതെങ്കിൽ അവരോട് നീ പറയണെന്ത്? തറബ്ബസു നിങ്ങൾ എന്ത് ചെയ്തോളുക? കാത്തുന്നോ. ഇന്നി മഅക്കും മിനൽ മുതറബ്ബിസീൻ ഞാനും എന്ത് ചെയ്യാം? കാത്തുക, കാണാലോ കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണത്. ആ കോൺഫിഡൻസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ്. അപ്പോൾ 2 വിഷയങ്ങളാണ് ഈ 3 ആയത്തുകളിൽ ഉള്ളത്. ഒന്നാമത്തെ വിഷയം പ്രവാചകൻ്റെത് അതേപോലെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതെന്താണ്? ഫദക്കിർ, മനുഷ്യരെ ഓർമ്മപ്പെടുത്തുക, ഈ സത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ധാരാളം തടസ്സങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. ഇറങ്ങേണ്ട പോലെ ഇറങ്ങിത്തിരിച്ചാൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാവും. ആ തടസ്സങ്ങൾക്ക് അള്ളാൻ്റെ കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് എന്ത്? നീ അള്ളാൻ്റെ നിഅമത്ത് കൊണ്ട് അവർ പറയുന്നതൊന്നുമല്ല എന്ന് മാത്രമല്ല, ഭാവിയിൽ എന്താണ് ഇസ്ലാം മാത്രമേ, നീ പറയുന്നത് മാത്രമേ വിജയിക്കുള്ളൂ എന്ന 2 കോൺഫിഡൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും ഈ സൂറത്തിൻ്റെ കോണ്ടെക്സ്റ്റും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ ആലോചിച്ചാൽ വളരെ സിമ്പിളാണ്. എന്താണ് കോണ്ടെക്സ്റ്റും തമ്മിൽ ബന്ധം? ഈ സൂറത്ത് തുടങ്ങുന്നത് പ്രപഞ്ചത്തിൽ തന്നെ ധാരാളം തെളിവുകളുണ്ട്. കടലുണ്ട്, മഴയുണ്ട്, പർവ്വതങ്ങളുണ്ട്. എന്നിട്ട് അള്ള പറയുന്നത് മനുഷ്യരോട് നിങ്ങൾ ഇതിനെ കണ്ടിട്ട് എന്നെ കണ്ടെത്തണം എന്നാണ്. ഇതാണ് അള്ള പറയുന്നത് ഈ സൂറത്തിൽ. പക്ഷേ അത് ഉണ്ടായിരിക്കെ തന്നെ അള്ള ഒരു വിഭാഗത്തിന് അസൈൻ ചെയ്യാണ് ഒരു ഡ്യൂട്ടി. എന്താണ്? ഈ തെളിവുകളെ അതറിയാത്തവരിലേക്ക് എത്തിക്കുന്ന പണി. അപ്പം ക്ലിയർ ആണ് എന്ന് വെച്ചാൽ തെളിവുകൾ അള്ളാഹു ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ചാൽ അത് കണ്ടെത്താൻ കഴിയും. എന്നാലും അള്ളാഹു എന്ത് ചെയ്യാണ്? ഒരു വിഭാഗത്തിനൊരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. അതാണ് ചരിത്രത്തിൽ പ്രവാചകന്മാർ മുസ്ലിങ്ങൾ ആണെങ്കിൽ അവർ ആരൊക്കെയാണോ മുസ്ലിങ്ങൾ അവർക്കൊക്കെ എന്തുണ്ട്? ഈ പണിയുണ്ട്. അപ്പോൾ നമ്മളതാണോ എന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. പ്രവാചകന്മാർ ചെയ്ത അതേ പണി എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലുള്ള തെളിവുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കലാണ് നമ്മളെ പണി. ഇതാണ് ഈ സൂറത്തിൻ്റെ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇത്. അപ്പോൾ ആദ്യത്തെ ഈ ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ ഈ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുക, ദഅവത്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാൻ അധിക സമയം എടുത്ത് പറയാം. പക്ഷേ അതിന് മുമ്പേ ആദ്യത്തെ പോയിന്റ് പറയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അള്ളാഹു ഇവിടെ മുസ്ലിമിന്, പ്രവാചകന് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി കോൺഫിഡൻസ് കൊടുക്കുകയാണ്, ആത്മവിശ്വാസം. 2 കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. ഒന്ന് മുസ്ലിം ഐഡൻറ്റിറ്റിയിലുള്ള കോൺഫിഡൻസ് ആണ്. അതാണ് ഫമാ അൻത ബി നിഅമതി റബ്ബിക ബി കാഹിനിൻ വലാ മജ്നൂൻ. അവർ നിന്നെ എന്തൊക്കെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് ടാഗ് ചെയ്തിട്ട് സൈഡാക്കാൻ നോക്കുന്നോ അതല്ല എന്ന് അള്ളാഹു പറയാണ്. ഈ കാലഘട്ടത്തിൽ കാഹിനും മജ്നൂനും എന്താണ്? നിങ്ങളൊന്ന് വെറുതെ ഊഹിച്ചു നോക്കാം. ഒരാൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വരുന്നൊരു ടാഗ്, ഈ കാലഘട്ടത്തിലെ കാഹിനും മജ്നൂനും എന്ന ടാഗിൻ്റെ നേരെ ഈ കാലഘട്ടത്തിലെ വായന എന്ന് പറയുന്നത് തീവ്രവാദി എന്നതാകാം, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ ഏതോ പഴഞ്ചൻ ആശയം എന്നതാകാം, ഒരു പുരോഗമനവും ഇല്ലാത്ത അന്ധവിശ്വാസം എന്നതാകാം, ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ സ്ത്രീകൾക്കൊന്നും സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരു മതത്തിൻ്റെ ആൾക്കാർ എന്നുമാകാം. ഈ ടാഗിങ് ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവും. അള്ളാഹ് പറയുന്നത്
അള്ളാഹിൻ്റെ നിഅമത്ത് കൊണ്ട് ഈ പണിക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളിതൊന്നുമല്ല എന്ന് അള്ളാഹുവോട് പറയുന്നതായിട്ട് അതാണ് ഒന്നാമത്തത്. നമ്മൾ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ മക്കൾക്ക് ഇത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറേ കാലമായിട്ട് ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ വലിയ തിരമാലയോ കൊടുങ്കാറ്റോ വരാത്തിടത്തോളം നമ്മൾ എന്ത് ചെയ്യൂല, നമ്മളിതിൽ നിന്ന് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. മക്കൾ കുറേ ചോദ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് നീ ഒരു ലിബറൽ ചിന്തയുമില്ലാത്ത, ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു മതത്തിൻ്റെ ഹറാം ഹലാലുകളുള്ള ആളാണല്ലോ, മതത്തിൻ്റെ ആളല്ലേ നീ, എന്തിനാണ് നീ ഹിജാബ് ഇടുന്നത് എന്ന ചോദ്യം അനുഭവിക്കാൻ പോകുന്നവരാണ്. അപ്പം ഇങ്ങനെ അനുഭവിക്കുമ്പം അള്ളാഹിൻ്റെ നിഅമത്ത് കൊണ്ട് നീ അതല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് നമുക്കുണ്ട്. അപ്പോൾ മുസ്ലിം ഐഡൻറ്റിറ്റിയുള്ള കോൺഫിഡൻസ് ഉണ്ടായാലേ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത് ഭാവിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് അള്ളാഹ് കൊടുക്കുന്നത്. കുൽ തറബ്ബസു ഫഇന്നി മഅക്കും മിനൽ മുതറബ്ബിസീൻ. ഭാവിയിൽ ഇസ്ലാം മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് രണ്ടാമത്തെ കോൺഫിഡൻസ്. ഇനി ഈ വിഷയത്തിൽ ഈ ആയത്തിൻ്റെ പ്രധാന വിഷയം ദഅവത്താണ്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിമാണ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുന്നത്, പ്രസക്തി ഉണ്ടാകുന്നതിൻ്റെ പ്രഥമ പോയിന്റ് നമ്മൾ ഈ ദീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പണിയുടെ വളരെ മേജർ പണി അള്ളാനെ അറിയാത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പണിയുടെ. ഇത് പെട്ടെന്ന് കുറച്ചും കൂടി ഇതിൻ്റെ ഗൗരവം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ ഖുർആനികമായിട്ട് അള്ളാഹു വിചാരണ ചെയ്യുക ഓരോരുത്തരുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ സന്ദർഭം വെച്ചിട്ടാണ് നമ്മളെ വിലയിരുത്തുക. അല്ലെങ്കിൽ മഹ്ശറയിൽ നീതി ഉണ്ടാവില്ല. നമ്മൾ ഓട്ട മത്സരത്തിൽ വളരെ മുന്നിലായി പോകും. കാരണം ഇസ്ലാമൊന്നും അറിയാതെ അടുത്ത് കൺവേർട്ടായിട്ട് കുടുംബത്തിലൊക്കെ ഇതാകുന്ന ആൾക്കാരുടെ ഉള്ള ചോദ്യമായിരിക്കില്ല നമ്മളോട് ചോദിക്കുക. നമ്മളെല്ലാ ഇസ്ലാമിൻ്റെ അകത്ത് നിസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ, എല്ലാം അനുഗ്രഹങ്ങളുമുള്ള നമ്മളോട് അല്ല ചോദിക്കുക എന്താണ് എന്ന് ആലോചിച്ചാൽ അതിൽ ഫസ്റ്റ് ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദീനിനെ അതില്ലാത്തവർക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തോ എന്നുള്ളതാണ്. അപ്പം അള്ളാഹു ഇവിടെ പറയുന്നത് ഫദക്കിർ എന്നാണ്. ഖുർആനിൽ ദഅവത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് തദ്ക്കിർ എന്നുള്ളത്. തദ്ക്കിർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർമ്മിപ്പിക്കുക. രണ്ടാമത് ബലഗ് എന്നാണ്, തബ്ലീഗ് എന്ന് പറയില്ല നമ്മൾ, തബ്ലീഗ് ബലഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക. മൂന്നാമത് ദഅവത്ത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, ദഅവ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നാലാമത് തബ്ഷീർ, സന്തോഷ വാർത്ത അറിയിക്കുക. അഞ്ചാമത് ഇൻദാർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകുക. ആറാമത് അംർ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ എന്ത് ചെയ്യുക, ആൾക്കാർക്ക് കൽപ്പിക്കുക. ഇങ്ങനെ കുറേ പദങ്ങൾ ദഅവത്ത് ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. നമ്മളോടുള്ള ചോദ്യം, ഒരാൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് ദിക്ർ എന്തിനാണ് ഉപയോഗിച്ചത്? ഭയങ്കര പ്രയോഗമാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർമ്മപ്പെടുത്തലാണ്. എന്തിനാണ് നമുക്ക് ഓർക്കാൻ കഴിയുക? ഒരു പുതിയ ഇൻഫർമേഷനെ ഓർക്കാൻ കഴിയില്ല. എന്തിനെ ഓർക്കാൻ കഴിയുള്ളൂ? ഓൾറെഡി അറിയുന്ന സാധനത്തിനെ നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. എന്നുവെച്ചാൽ ഒരാൾക്കൊരു സാധനം അറിയാം, എന്നാലേ അയാൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർമ്മിപ്പിക്കാൻ കഴിയില്ല. ഞാൻ നിനക്ക് ഇന്ന് തന്നില്ലേ എന്ന് ഓർമ്മിപ്പിക്കണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണം. അള്ളാഹ് ഇവിടെ പറയുന്നത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ആ പണിനെ കുറിച്ച് തന്നെ പറയുന്നത് ഫദക്കിർ എന്നാണ്. ഈ ഒരു പ്രാവശ്യമല്ല, കുറേ സ്ഥലത്ത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ എന്ന് നമുക്കറിയാവുന്ന അറിയാം. എന്തുകൊണ്ടാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തണം എന്ന് പറയുന്നത്? അതിന് 3 കാരണങ്ങൾ, കുറേ കാരണങ്ങൾ കണ്ടെത്താം. നമ്മളൊരു ക്ലാസ്സിൻ്റെ ഒരു മനസ്സിലാക്കലിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് 3 കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഖുർആനികമായിട്ട് എല്ലാ മനുഷ്യരും ജനിക്കുന്നതിന് മുന്നേ അവരുടെ ഉള്ളിൽ അള്ളാഹു തന്നെ ഒരംശം ദൈവബോധവും മൂല്യബോധവും എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. അത് മനുഷ്യനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട കുട്ടി റോഡിൽ കരയുമ്പം ഏത് എത്തീസ്റ്റ് ആയാലും ഏത് യുക്തിവാദി ആയാലും എത്ര ക്രൂരനായാലും അയാളുടെ ഉള്ളിൽ നിന്ന് സാധനം എന്ത് ചെയ്യും, ആ കുട്ടിനെ ഒന്ന് പോയിട്ട് സഹായിക്കാൻ തോന്നും. ഇത് എവിടുന്നാണ് വരുന്നത്? ഇത് അത്ഭുതമാണ്. ആരെങ്കിലും ഡിസൈൻ ചെയ്യാതെ എങ്ങനെയാണ് ഈ സാധനം വരുന്നത്? അപ്പോൾ മൂല്യബോധമുണ്ട്, ദൈവബോധമുണ്ട്. നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന ദൈവത്തിനെ കണ്ടെത്തിയ ആൾക്കാരെ ഇതൊക്കെ ഒന്ന് കേട്ടോക്കുക. അവർ പറയുന്നതിൻ്റെ അതിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാൽ ഉള്ളിലുള്ള എന്തോ ഒരു സാധനം ആരോ ഉണർത്തുമ്പം അതിങ്ങനെ ഒഴുകുകയാണ്. ഇത് പറയുന്ന സൂറ ഖുർആനിലെ ആയത്താണ്. സൂറ അഅറാഫിൽ 172-ാമത്തെ ആയത്തിൽ ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്തു,
എല്ലാ ആദം സന്തതികളിൽ നിന്ന്, അവരുടെ മുതുകുകളിൽ നിന്ന്, എന്ന് വെച്ചാൽ ഈ ലോകം തുടങ്ങുന്നതിന് മുന്നേ ഈ ലോകത്തേക്ക് വരാൻ പോകുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാവിനോട് അള്ള ചോദിക്കുന്ന ചോദ്യം എന്താണ്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? കാലു ബല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? അള്ളാഹു തന്നെയാണ് റബ്ബ്. അപ്പോൾ ഇത് നമുക്ക് ഇത് സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഇത് അവതരിപ്പിക്കുന്ന പുതിയ കുറേ അവതാരകരുണ്ട്. അതിലവർ പറയുന്നത്, നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പേ ധാരാളം അറിവുള്ളവരായിരുന്നു, നമ്മൾ ഇവിടുന്ന് മറന്നിട്ട് വന്നതാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഓർക്കലാണ്, എന്ന് വെച്ചാൽ നമ്മൾ മറന്നത് ഓർക്കലാണ് എന്ന് പറയുന്നതിൻ്റെ ഇതാണ്. അപ്പം ഒരളവിൽ ഒരംശം ദൈവബോധം എന്തുണ്ട്? എല്ലാവരുടെ മനസ്സിലുണ്ട്. നമ്മളതിനെ ജസ്റ്റ് ട്രിഗർ ചെയ്യുക എന്നുള്ള പണിക്കാണ് ദഅവത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുതിയ സാധനങ്ങൾ കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തത് അതാണ്. സൂറ റൂമിലും 30-ാമത്തെ ആയത്തിൽ ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, അള്ളാഹിൻ്റെ ദീനിനെ എന്ത് ചെയ്യുക? നിങ്ങൾ ദീനിനോട് ചേർന്ന് നിൽക്കുക. ഫിത്റത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ എന്നാണ്. ഈ പ്രകൃതത്തോടു കൂടിയാണ് അള്ളാഹു എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹിൻ്റെ ദീനിലേക്ക് ചായ്വ്, ഈ ലോകത്തിലെ സൃഷ്ടാവിലേക്കുള്ള ചായ്വ് വരുന്ന രീതിയിലാണ് എല്ലാവരെയും സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസണ്, നിങ്ങൾ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഉള്ള അനുഭവമാണ്. നമ്മളെ മനസ്സിൽ കുറേ സ്കാറ്റേർഡ് ആയിട്ടുള്ള ആശയങ്ങളുണ്ടാവും, അവ്യക്തമായ കുറേ കാര്യങ്ങളുണ്ടാവും. ചില സംഭവങ്ങൾ എന്ത് ചെയ്യും? അതിനെ വളരെ ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവരും, അല്ലേ? നമുക്ക് അങ്ങനെ അനുഭവമുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് നമുക്കറിയാം, നമ്മളുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ സാധനം ഉണ്ടാവും. പക്ഷെ അത് നമുക്കൊരു പിക്ചർ നമുക്ക് ശരിക്കും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അത്ര വ്യക്തത അതിൽ ഉണ്ടാവില്ല. പക്ഷെ ഒരു മരണം, അല്ലെങ്കിൽ ഒരു പ്രളയം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതല്ല മനസ്സിലാകുക, അത് വെച്ചുകൊണ്ട് വേറെ എന്തൊക്കെയോ നമുക്ക് വേറെ എന്തെങ്കിലും മനസ്സിലാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ട്, നമ്മൾ കാണുന്നത് വെച്ചുകൊണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനെന്ത് ചെയ്യുന്നില്ല, ഇത് വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ട്രിഗർ ചെയ്യുകയാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഖുർആനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നീ കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടിട്ടില്ലേ? നീ ആലോചിക്കുന്നില്ലേ അള്ളാഹ് എങ്ങനെയാണ് ആ ആനപ്പടയെ നശിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രിഗറാണ്. നമ്മുടെ ഉള്ളിലുണ്ടെന്ത്? പടച്ചോൻ എങ്ങനെ ആയാലും അള്ളാഹിൻ്റെ സഹായം ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന സമയത്ത് അള്ളാഹ് ചോദിക്കുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്നുള്ള ചോദിക്കുന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ റീസൺ. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഖുർആനിൽ നല്ല കാര്യത്തിന് ഉപയോഗിച്ച പദം ഏതാണ്? മഅറൂഫാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് പരിചയമുള്ളത് എന്നതാണ് അള്ളാഹു ഉപയോഗിച്ച പദം. മൂന്നാമത്തെ കാരണം, ഖുർആൻ നിരന്തരം പറയുന്നത് ആൾക്കാർ വിശ്വസിക്കാത്തത് അറിവിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെ പ്രശ്നമാണ്. അറിവിൻ്റെ പ്രശ്നമല്ല. അറിവിൻ്റെ പ്രശ്നമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തിസീസ് കേൾക്കാത്തതുകൊണ്ടോ എസ്സേ കേൾക്കാത്തതുകൊണ്ടല്ല. മനസ്സുകൊണ്ട് ഈഗോ തടസ്സമാവുന്നു, സ്വാർത്ഥത തടസ്സമാവുന്നു, ഇത് ഏറ്റെടുത്ത പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് തടസ്സമാവുന്നു, ഞാൻ ഇതുവരെ എടുത്ത നിലപാടൊക്കെ പൊളിഞ്ഞു പോകുമല്ലോ എന്നത്. അപ്പം ആൾക്കാരെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ദിക്റ് കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കുറേ വായിക്കാൻ പറ്റും. ഒന്നാമത്തെ വ്യക്തിത്വം, തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത്? നിങ്ങൾ ആ സംഭവം ആലോചിച്ച് നോക്കുക. അങ്ങനെ ഭയങ്കര പ്രവാചകൻ വന്നിട്ട് ഒരു 45 മിനിറ്റിൻ്റെ ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തിട്ടൊന്നുമല്ല ഉമർ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വന്നത്. ഉമർ റളിയല്ലാഹു ആ മൊമെൻറ്റിൽ പെങ്ങളെടുത്ത് ആ ആയത്ത് താഹ, ആ മൊമെൻറ്റിൽ എന്താ സംഭവിച്ചു? താഹ എന്ന ആ തുടക്കത്തിൽ അങ്ങനെ ഭയങ്കര ആശയങ്ങളുണ്ടോ? ഒന്നുമില്ല. ദിക്റാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ മൂല്യബോധം ഉണരുന്നതാണ് സംഭവിക്കുന്നത്. തുഫൈൽ ഇബ്നു അംർ അൽ ദൗസി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് ഒരു സഹാബി ഉണ്ടായിരുന്നു. ഇദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്നിട്ട് പ്രവാചകൻ്റെ ഒരു പ്രാവശ്യം ഖിറാഅത്ത് കേൾക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? ഓക്കെ അക്സെപ്റ്റഡ്, ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കുകയാണ്. പുതിയ കാലത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരാൾ മുഹമ്മദ് അസദാണ്. മുഹമ്മദ് അസദിൻ്റെ ഇസ്ലാം സ്വീകരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് മുഹമ്മദ് അസദ് ഇസ്ലാം സ്വീകരിക്കുന്നത്? മുഹമ്മദ് അസദ് ഒരു ഇൻ്റലക്ച്വൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഖുർആൻ വായിക്കൽ അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. അപ്പം അൽഹാക്കുമത്ത് തകാസുർ എന്ന ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് ആ ഖുർആൻ ഇങ്ങനെ
ഇതാക്കിയിട്ട് പിന്നെ മൂപ്പര് ഒരു യാത്രയിൽ പോവാണ്. ട്രെയിനിൽ യാത്ര പോകുമ്പം കുറേ ആളുണ്ട് ചുറ്റും, ആരുടെ മുഖത്തും സന്തോഷമില്ല, എല്ലാവരും ടെൻസ്ഡാണ്, ഭയങ്കര ഇത്. അപ്പോൾ മൂപ്പര് എന്താണ് മനുഷ്യന് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്, കോട്ടും സൂട്ടൊക്കെ ഇട്ട ആൾക്കാർ. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഖുർആൻ്റെ ഈ ആയത്ത് തുറന്നു നോക്കുമ്പം അൽഹാക്കും അത്തക്കാസുർ, മനുഷ്യന് പല കാര്യങ്ങളിൽ അശ്രദ്ധമാണ് ഭൂമി. ഹത്താ സുർത്തുമുൽ മക്കാബിർ, മരണം വരെ ഈ ഓട്ടപ്പാച്ചിൽ നടക്കും എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ സംഭവം ഈ സംഭവമായിട്ട് കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ദഅവത്ത്, പ്രബോധനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ നല്ലവനാണ്, നിഷ്കളങ്കനാണ്, അള്ളാഹ് അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവരും പൊട്ടൻഷ്യൽ മുസ്ലിംസാണ്. അവരിൽ ഈ ട്രിഗർ കൊടുക്കുന്ന പണിയാണ് ഫദക്കിർ എന്ന് പറയുന്നത് എന്നതാണ് ഇത് തരുന്നത്. ഇനി നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട പണിയാണ് എന്നത് അതുമാത്രമായിട്ട് വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം. നമ്മൾ തീരെ വളരെ കുറവ് ചെയ്യും. നമ്മൾ ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചാൽ, നിങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ, നമ്മൾ ഏറ്റവും കുറവ് ചെയ്യുന്നൊരു പണി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹു നാളെ ഉറപ്പായിട്ടും ചോദിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തൊരു ബാധ്യത ഇസ്ലാമിനെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്തോ എന്നുള്ളതാണ്. സൂറ മാഇദയിൽ 67-ാമത്തെ ആയത്തിൽ പ്രവാചകനോടാണ് ഇത് പറയുന്നത്. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക, നിനക്ക് അവതരിപ്പിച്ച് തന്നത് നീ എത്തിച്ചു കൊടുക്കണം. മിർ റബ്ബിക വ ഇല്ലം തഫ്അൽ ഫമാ ബല്ലഅത റിസാലതഹു, നീ പണി ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് ഏൽപ്പിച്ച ആ ആശയം നീ എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന് വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അള്ളാഹ് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്കുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അറഫ പ്രസംഗം നമ്മൾ 2 ആഴ്ച മുന്നെയാണ് ചർച്ച ചെയ്തത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത് എങ്ങനെയാണ്? അലാഹൽ ബല്ലഗ്തു. ഒരു പ്രവാചകൻ 23 വർഷം ആ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറപ്പിക്കുകയാണ്, ആ മനുഷ്യരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് ഉറപ്പിക്കുകയാണ്. കാരണം അള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട് മറുപടി പറയേണ്ടി വരും. എന്നിട്ട് ആ അറഫ പ്രസംഗത്തിൻ്റെ അവസാനം പ്രവാചകൻ അവസാനിപ്പിക്കുന്നത്, ഈ സന്ദേശം ഞാൻ എത്തിച്ചു കൊടുത്തില്ലേ നാഥ, നീ ഇതിന് സാക്ഷി. എന്നിട്ട് പറയാണ്, ഈ സന്ദേശം കിട്ടിയവർ അത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഏഷ്യയിലും പിന്നെ നോർത്ത് എല്ലാ രാജ്യങ്ങളിലേക്കും ഒട്ടകവും കുതിരയൊക്കെ എടുത്തിട്ട് സഹാബത്ത് ആ സ്ഥലത്ത് നിന്ന് പോകുന്നത് ഇതാണ്. സൂഫികൾ ഇന്ത്യയിൽ നോർത്തിലൊക്കെ എങ്ങനെയാണ് ഇസ്ലാം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നിർദ്ദേശത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് അവർ യാത്ര ചെയ്യാണ്. എങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കച്ചവടത്തിന് വരുമ്പോഴും തങ്ങളുടെ ദൗത്യം ഇതാണ് എന്ന് ഓർമ്മയുള്ള ഒരു വിഭാഗം അവിടെ പണിയെടുത്തത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ഇന്ന് മുസ്ലിങ്ങളായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് വലിയൊരു പണിയാണ്. നമ്മളും നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കുക. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഉത്തരവാദിത്തമാണ് എന്ന ബോധമാണ് ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത്. ഇത് ഒരു ഉത്തരവാദിത്തമാണ്. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോനക്ക് ഒരു നല്ല ഭാവി കൊടുക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവന് വേണ്ടിയിട്ട് ബാങ്ക് ബാലൻസ് കറക്റ്റ് വെക്കുന്നത്, അവനെ ശ്രദ്ധിക്കുന്നത്, അവൻ്റെ PTA മീറ്റിങ്ങിന് പോകുന്നതൊക്കെ നമുക്കിതൊരു ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യമുണ്ട്. ദഅവത്ത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ബോധ്യം ഉണ്ടാകുമ്പം അതിനുള്ള അവസരങ്ങൾ നമ്മൾ തേടും, അവസരങ്ങൾ തിരിച്ചറിയും, അള്ളാഹിനോട് ചോദിക്കും. അവസരങ്ങൾ ധാരാളം നമുക്ക് ചുറ്റും വരുന്നുണ്ടാവും. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നത്, കാരണം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുമ്പം നമുക്ക് നോക്കുന്ന അവസരങ്ങൾ നമ്മൾ തേടി പിടിക്കും, അള്ളാഹിനോടത് ചോദിക്കും. ആ അവസരങ്ങൾ ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗപ്പെടുത്തും. ഇതിന് ഖുർആനിൽ നിന്നുള്ള ഏറ്റവും സുന്ദരമായൊരു ഉദാഹരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. നിങ്ങളൊക്കെ ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് ഓരോ പോയിന്റ് പഠിപ്പിക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ജയിലിൽ നിന്നും 2 ആൾക്കാർ സ്വപ്നം വ്യാഖ്യാനം ചെയ്യാനാണ് പറയുന്നത്. ശരിക്കും സ്വപ്നം വ്യാഖ്യാനം ചെയ്താൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. പക്ഷെ അള്ളാഹിൻ്റെ ആയത്തുകൾ എത്ര സൂക്ഷ്മമാണ് നോക്കുക. ആ സ്വപ്നം വ്യാഖ്യാനം ചെയ്യുന്നതിന് മുന്നേ യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നത്, ഞാൻ ഇബ്രാഹിമിൻ്റെ തുടർച്ചയിൽ വരുന്നതാണ്, എൻ്റെ റബ്ബ് ഏകനാണ്, നിങ്ങളെയും എന്നെയും ഒക്കെ സൃഷ്ടിച്ചത് അതേ റബ്ബാണ്. ദഅവത്താണ് അവിടെ നടക്കുന്നത്. അപ്പം ആ അവസരം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സ്കില്ലിൽ നിന്നുകൊണ്ട് ഒരാളത് ചോദിക്കുന്നിടത്ത് ആ അവസരം ഉപയോഗപ്പെടുത്താണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ നമ്മളുമായി ബന്ധപ്പെടുമ്പം, എൻ്റെ ഈ നിഅമത്ത്, ഇപ്പം ഞാൻ നല്ലോണം സംസാരിക്കും, എൻ്റെ ഈ നിഅമത്ത് പടച്ചവനിൽ നിന്നാണ്. അപ്പം പിന്നെ നമുക്കൊരു പ്രശ്നവും ഇല്ലല്ലോ, അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ മനുഷ്യരോട്
അള്ളാഹിനെ പരിചയപ്പെടുന്ന രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. വലിയ പ്രസംഗങ്ങളൊന്നും നടത്തണ്ട, നമ്മളേതായ ഇടങ്ങളിൽ ആ ഒരു അവസരം വരുമ്പം ഒരു ഇൻഷാ അള്ളാഹ് ചേർക്കാൻ, ഒരു മാഷാ അള്ളാഹ് ചേർക്കാൻ, സുബ്ഹാൻ അള്ളാഹ് ചേർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിലുള്ള ചോദ്യമായിട്ട് നമ്മൾ എടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. പ്രവാചകൻ ഓടി നടന്ന് കഅബയിൽ തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാരെ ഇടയിൽ പോവുക, എന്നിട്ട് അവരോട് ഇത് പറയുക, കിട്ടുന്ന ചാൻസിനൊക്കെ എവിടെ തായിഫിൽ പോയിട്ട് കുട്ടികളെ ഏറ് കിട്ടിയിട്ടും ഇത് പറയുക. ഇതാണ് പ്രവാചകൻ മുഴുവനായിട്ട് ചെയ്തത്. ആ പ്രവാചകൻ്റെ സുന്നത്തുകൾ ഫോളോ ചെയ്യേണ്ടവരാണ്. സുന്നത്തുകളെ കുറിച്ച് നമ്മൾ പല ചർച്ചകളും നടത്താറുണ്ട്. നമ്മളുടെ സുന്നത്തുകൾ പലതുമാണ്. പ്രവാചക സുന്നത്തുകളിൽ ഏറ്റവും വലിയ സുന്നത്ത് പ്രവാചകൻ മനുഷ്യർക്ക് ഈ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ട മിനിമം 2 കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾക്ക് പുതിയൊരു സാധനം എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതിനെ മുന്നേ ചെയ്യേണ്ട 2 മിനിമം കാര്യമുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം നമുക്ക് ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഒന്ന്, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കുക എന്നുള്ളതാണ്. അപ്പം പുതിയ ഇൻഫർമേഷനുകൾ അന്ന് അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ പഠിപ്പിക്കണ്ട, തെറ്റിദ്ധാരണ നീക്കാൻ നമുക്ക് കഴിയണം. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ കൺവേർട്ടീസിൻ്റെ ഒക്കെ പിന്നെ അനുഭവങ്ങൾ കേട്ടോ. ഞാൻ ഈ അടുത്ത് ഒരു ജർമ്മൻ കൺവേർട്ടിയുടെ പിന്നെ അയാളുടെ ഒരു ബയോ അയാളിങ്ങനെ പറയാണ്. അയാൾക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം മനസ്സിലാക്കാൻ ഞാൻ ഡിലേ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പം അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ഒരേ ഒരു കാര്യം കേൾക്കാനുള്ളൂ, തീവ്രവാദികൾ, ഇത് എന്ത് മതമാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാതാവിന് ഈ സംഭവം അറിഞ്ഞപ്പോൾ മാതാവ് പിന്നെ ഉമ്മാൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറയുന്ന സങ്കടം ഇയാൾ പറയാണ്. അവരെൻ്റെ കുട്ടിനെ എടുത്തു എന്നാണ് പറയുന്നത്. ദേ ടുക്ക് ഓവർ മൈ സൺ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ നിഗൂഢ സംഘമാണ് ഇസ്ലാം എന്നതാണ്. അപ്പം നമുക്ക് മിനിമം ടു മിനിമം ചെയ്യാൻ കഴിയുന്നത് ഇസ്ലാമിൻ്റെ തെറ്റിദ്ധാരണ മനുഷ്യരിൽ നിന്ന് മാറ്റിയാൽ തന്നെ വലിയ അളവിലുള്ള ദാവത്താണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നടത്താൻ പറ്റുക. കുട്ടികൾക്ക് ഇസ്ലാമിൻ്റെ കല്യാണത്തെക്കുറിച്ച്, പുരുഷാധിപത്യത്തെക്കുറിച്ച്, പെൺകുട്ടികളോട് ക്ലിയറായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ നീക്കുക എന്നത് തന്നെ ഒരു വലിയ പണിയാണ്. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന മിനിമം പണി കളവാക്കാതിരിക്കുക. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. കളവാക്കാന്ന് പറഞ്ഞാൽ എന്താണ്? കളവാക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇസ്ലാം അല്ലാത്തതെല്ലാം മനസ്സിലാവും എന്നതാണ് നമ്മളെ പ്രശ്നം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടാഗ് ലൈനുമായിട്ടാണ് ഇറങ്ങി നടക്കുന്നത് എന്ന ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാവണം. ഞാൻ ഇറങ്ങിയാൽ ആൾക്കാർക്കറിയാം നിസ്കരിക്കുന്ന ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഷാനവാസാണ് ഈ പോകുന്നതെന്ന് അറിയാം. പിന്നെ ഞാൻ പോയിട്ട് കള്ളത്തരം പറയുക, ഗീബത്ത് പറയുക, പലിശ എടുക്കുക, ഇത് ചെയ്യുന്നതോടുകൂടി എല്ലാ ഇതും വരുന്നത് എവിടത്തേക്കാണ്? ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ വരുന്നത്. അതുകൊണ്ടാണ് അറ ഐത്തല്ലദി യുക്കദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവൻ ആരാണ്? വദാലിക്കല്ലദി യദ്ഉൽ യതീം, യതീമിനെ നിസ്കരിക്കുന്നവൻ ആറ്റി അകറ്റുന്നതോടുകൂടി ആ അക്കൗണ്ട് എങ്ങോട്ട്. നമുക്ക് മിനിമം ചെയ്യാവുന്ന കാര്യം കളവാക്കാതിരിക്കുക. ഇൻഷാ അള്ളാഹ് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാതിരിക്കുക. ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും എന്ന് ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റുക. നമ്മുടെ സംസാരത്തിൽ നമ്മൾ സംസാരിക്കുമ്പം ഇസ്ലാമിനെയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കുക എന്നതെങ്കിലും നമ്മൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗൗരവം. അള്ളാഹിൻ്റെ മുന്നിൽ പോയിട്ട് ഒരാൾക്ക് ഇത് എത്തിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, കുറേ ആൾക്കാരെ നമ്മളിതിൽ നിന്ന് അകറ്റി എന്നൊരു കുറ്റം കൂടി നമ്മുടെ തലയിൽ വരുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇത് വളരെ ഗൗരവമാണ്. ഇനി പ്രബോധനം ചെയ്യുമ്പം നമ്മൾക്ക് മനുഷ്യരെ കുറിച്ച് ഉണ്ടാകേണ്ടുന്ന ബോധം എന്താണ്? ഒന്നാമത്തെ ബോധ്യം ഇത് നമുക്ക് കോൺഫിഡൻസ് തരേണ്ടതാണ്. എല്ലാവരും പൊട്ടൻഷ്യൽ മുസ്ലിംസാണ്. പൊട്ടൻഷ്യൽ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ 90% മൂല്യങ്ങളാണ്. നല്ലത് പറയുക, നീതി പാലിക്കുക, സ്ത്രീകളെ പിന്നെ ബഹുമാനിക്കുക, അടിച്ചമർത്തപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുക. ഇത് വിശ്വസിക്കാത്ത ഏത് മനുഷ്യനാണ് ഉള്ളത്? ഇതിലാണ് ലോകത്തിലെ ഒരുവിധ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നത്. അവസാനം അതിനെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരൊറ്റ പണിയേ ഉള്ളൂ. എല്ലാവരും പൊട്ടൻഷ്യൽ മുസ്ലിംസാണ്. ആ പൊട്ടൻഷ്യൽ അതിൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യലിനെ ഈ ട്രിഗർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആരാണ് ഹൃദയം അത്ഭുതമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുള്ളത്? ആരുമില്ല. ഹൃദയം അത്ഭുതമാണ്, കണ്ണ് അത്ഭുതമാണ്. അത് ഉണ്ടാക്കിയവനെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു കണക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പം മനുഷ്യരെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ടുന്ന ബോധ്യം എല്ലാവരും പൊട്ടൻഷ്യൽ മുസ്ലിംസാണ്. രണ്ടാമത്, വിശ്വാസം സ്വയം സന്നദ്ധതയോടുകൂടി മാത്രം ചെയ്യുമ്പോഴേ പ്രസക്തമാകുന്നുള്ളൂ. നിർബന്ധിക്കൽ എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ മുസ്ലിങ്ങൾക്കിടയിലും പാടില്ല. അത് ചെയ്യുന്നതോടുകൂടി അത് വിശ്വാസമല്ലാതെ ആവും. ലാ ഇക്റാഹ ഫിദ്ദീൻ. അള്ളാഹു
വിപ്ലവകരമായിട്ടുള്ളൊരു പ്രഖ്യാപനം ഖുർആനിൽ സൂറ കഹ്ഫിൽ നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി BGM ഇതിനും വരണം. അള്ളാഹ് പറയാണ് വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഈ പറയുന്നതൊക്കെ റബ്ബിൽ നിന്നുള്ള ഹക്കാണ്, ഓക്കെയാണ്. ഫമൻ ഷാ ഫൽ യുമിൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി. ഫമൻ ഷാ ഫൽ യക്ഫുർ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ കുഫ്ർ. ഇതിലപ്പുറം എങ്ങനെയാണ് ഇതിലപ്പുറം ഓപ്പൺനെസ് എന്താ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസം സ്വയം സന്നദ്ധതയോട് മാത്രമേ പാടുള്ളൂ എന്നതാണ് രണ്ടാമത് പണി. അപ്പോൾ മനുഷ്യരെ നിർബന്ധിക്കുക എന്ന പണി നമ്മൾ ചെയ്യുകയേ ചെയ്യരുത് പ്രബോധനത്തിൽ. മൂന്നാമത്, വ്യത്യസ്ത നിലപാടുകൾ നോർമലാണ് എന്ന് നമുക്ക് ബോധ്യമാണ്. വ്യത്യസ്ത നിലപാടുകൾ നോർമലാണ്, നമ്മളതിൽ ഭയങ്കര കൺസേൺ ആയി ഭയങ്കര പ്രശ്നം, അതങ്ങനെയാണ് മനുഷ്യൻ. 10 ആളുണ്ടെങ്കിൽ 10 അഭിപ്രായങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിനെ എതിർക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇസ്ലാം എന്താണ് അത് വളരെ ഇതല്ലെങ്കിൽ വളരെ സിമ്പിളല്ല. പടച്ചോൻ തന്നെ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ എല്ലാവരും ഒരു ഉമ്മത്താക്കാമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ തുറന്ന മനസ്സോട് സംവിധാനിക്കാൻ കഴിയും. ഒരാളോട് അങ്ങോട്ടും ഇങ്ങോട്ടും അയാളുടെ അഭിപ്രായങ്ങളെ നമുക്ക് മാനിക്കാൻ കഴിയും. നിർത്തേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർത്താനും കഴിയും. കാരണം നമ്മൾ എന്ത് ചെയ്യാൻ കഴിയില്ല, അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല, അയാളുടെ അഭിപ്രായമാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എടുക്കണം. ഇത് ഖുർആൻ പറയുന്നതാണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തിർ എന്ന് പറഞ്ഞാൽ എന്താണ്, നീ ഓർമ്മിപ്പിക്കുക, പക്ഷെ നീ അയാളുടെ തലയെ കയറിയിട്ട് അയാളെ ജഡ്ജ് ചെയ്ത് അയാളെ ആകെ നിർബന്ധിച്ച് ചെയ്യേണ്ടവനല്ല നീ എന്ന് പറയുന്നത് അവിടെ നിന്നുകൊണ്ടാണ്. ഇനി ഖുർആനിൽ നിന്നുള്ള കുറച്ച് 1-2-3 കാര്യങ്ങൾ ഈ പ്രബോധനവുമായി ബന്ധപ്പെട്ട്, ഇത് തന്നെ വേറെയും നമുക്ക് വേണമെങ്കിൽ പാർട്ട് 2, 3 ഒക്കെ ആയിട്ട് എടുക്കാൻ മാത്രം ഖുർആൻ പറയുന്നുണ്ട്. 2-3 കാര്യങ്ങൾ, വളരെ പ്രസക്തമായ 2-3 കാര്യങ്ങൾ. പ്രബോധനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്, ഇത് വളരെ പ്രധാനമാണ്. ഇത് ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഒരാൾക്ക് ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കുന്നത്? സമുദായത്തിനെ വളർത്താനല്ല, എന്ന് വെച്ചാൽ കുറേ മുസ്ലിങ്ങൾ, കുറേ ബില്യൺ കണക്കിന് മുസ്ലിങ്ങൾ, ഇതല്ല നമ്മളെ പണി. എന്ന് മാത്രമല്ല നമ്മളെ അഭിപ്രായം സ്ഥാപിക്കലുമല്ല. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സംവാദത്തിൽ അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് സ്ഥാപിച്ച് വിജയിക്കലല്ല എന്ത് നമ്മളെ പണി, അതല്ല അതിൻ്റെ ലക്ഷ്യം. സമുദായത്തിനെ വളർത്തലുമല്ല. പ്രബോധനത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഗുണകാംക്ഷയാണ്, അപര നന്മയാണ്, മനുഷ്യ സ്നേഹമാണ്. ഇത് ഞാനെന്തോ ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി പറയുന്നതല്ല, ഖുർആൻ പറയുന്ന കാര്യമാണ്. 2 ആയത്ത് പറയാം. വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത്, ഏതൊരാത്മാവും സ്വയം വെച്ചതിൻ്റെ ഫലമായി നാശത്തിലേക്ക് തള്ളപ്പെടുമെന്നതിനാൽ നീ അവരെ ഓർമ്മിപ്പിക്കുക. ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ അവർ നാശത്തിലേക്ക് പോകും, അതുകൊണ്ട് നീ അവരെന്ത് ചെയ്യുക, നീ വേഗം പോയിട്ട് അവരെ രക്ഷപ്പെടുത്തുക എന്നാണ് അള്ളാഹ് പറയുന്നത്. അതാണ് അതിൻ്റെ ലക്ഷ്യം. പിന്നെ സൂറ ഇബ്രാഹിമിൽ അൻ അഖ്രിജ കൗമക മിന ളുലുമാതി ഇലന്നൂർ എന്ന് പറയുന്നുണ്ട്. ഇരുട്ടുകളിൽ നിന്നും മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന പണിയാണിത്. ഇനി ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ സുന്ദരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നിങ്ങളുടെ നന്മയല്ലാതെ, എന്നാൽ കഴിയുന്നത്ര നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയല്ലാതെ ഞാൻ വേറെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രബോധനത്തിൻ്റെ ലക്ഷ്യം മനുഷ്യ നന്മയാണ്. രണ്ടാമത് ഖുർആൻ നിരന്തരം സ്ട്രെസ് ചെയ്തൊരു സാധനം, നിങ്ങൾ സംവദിച്ചോളൂ, നിങ്ങൾ ആൾക്കാരോട് എന്ത് ചെയ്തോളൂ, ഡിബേറ്റ് ചെയ്തോളൂ, പക്ഷെ മാന്യത വിട്ടിട്ടുള്ള ഒരു പ്രബോധനവും എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ മെസ്സേജ് മാത്രമല്ല മെത്തേഡും എന്താണ് ഖുർആനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്ലാമിൽ ലക്ഷ്യം മാത്രമല്ല മാർഗവും വളരെ പ്രധാനമാണ്. അപ്പം നിങ്ങൾ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് എന്തിനാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഷ എന്നെ ഭയങ്കര ഇതായിരിക്കും. ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, പക്ഷെ ആ ഭാഷ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവനെപ്പോഴാണ് നന്നാന്ന് നമ്മൾ ആലോചിച്ചു പോകും. അപ്പം ഒരു മുസ്ലിമിന് മാന്യമല്ലാത്ത രീതിയിൽ ഒരാളോട് സംവദിക്കാൻ ഒരു യാതൊരു ന്യായമില്ല. ഇത് പറയുന്നത് നമുക്കറിയാവുന്ന ആയത്താണ്. സൂറ നഹ്ലിൽ 125-ാമത്തെ ആയത്തിൽ, വളരെ സുന്ദരമായ ആയത്തിൽ, ഇദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം, പക്ഷേ വിത്ത് വിസ്ഡം എന്നാണ് പറയുന്നത്. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് സമയത്ത് എന്ത് പറയണമെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം, ഏത് സമയത്ത് എന്ത് പറയരുത് എന്ന ബോധ്യവും നമുക്കുണ്ടാകും. ഇതാണ് വിസ്ഡം എന്ന് പറയുന്നത്. വിവേകം എന്ന് പറഞ്ഞാൽ അറിവ് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. ബിൽ ഹിക്മത്ത് വൽ മൗഇലത്തിൽ ഹസന, ഏറ്റവും സുന്ദരമായ ഉപദേശങ്ങൾ കൊണ്ട്, വജാദിലുഹും ബില്ലത്തി ഹിയ അഹ്സൻ, അവരോട് നീ സംവദിക്കുക, പക്ഷേ അഹ്സനായിട്ട് സംവദിക്കുക. അഹ്സൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ സംവാദത്തിലൊരു സൗന്ദര്യം ഫീൽ ചെയ്യണം. ഏറ്റവും സുന്ദരമായ രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, ആൾക്കാരോട് സംവദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത്. സൂറ ഫുസ്സിലത്തിൽ പിന്നെ ഇത് ഈ ആയത്ത് വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും പറയും പിന്നെ അവർ ഈ തെറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുക, 4 തെറി അങ്ങോട്ടും വിളിക്കണ്ടേ എന്ന്, അങ്ങനെ അതാണല്ലോ അതിൻ്റെ ന്യായം എന്ന് പറയുന്നത്. അങ്ങനെയല്ല. അവരെപ്പോലെ ആകാനാണെങ്കിൽ നമുക്ക് ഇസ്ലാമിൻ്റെ ആവശ്യമില്ല. അവരെപ്പോലെ ആകാനാണെങ്കിൽ ഇസ്ലാമിൻ്റെ ആവശ്യമില്ല. അവർ നമ്മളെ ടീച്ചേഴ്സും അല്ല. നമ്മളാണ്, അവരാണ് സംവദിക്കുമ്പോഴും. ഒരു പിന്നെ നീഷേൻ്റെ ഒരു കോട്ടുണ്ട്, എന്താണ്, നീ മോൺസ്റ്ററിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് സ്വയം എന്തായി പോകരുത്, മോൺസ്റ്ററായി പോകരുത്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഫാസിസത്തിനോട് കൂടി ഫൈറ്റ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ഫാസിസ്റ്റ് നിലപാടുകൾ വരിക. അപ്പോൾ അങ്ങനെ ആയിരുന്നു. സൂറ ഫുസ്സിലത്തിൽ പറയുന്നത് വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, ഒരിക്കലും നന്മയും തിന്മയും എന്താവൂല, ഒരേപോലെ ആവൂല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, എപ്പോഴും അഹ്സനായിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഏറ്റവും നല്ല ദഅവത്ത് എന്താണ്, ആൾക്കാരെ ക്ഷണിക്കണം, പറയണമൊക്കെയാണ്. ഏറ്റവും നല്ല ദഅവത്ത് ഷഹാദത്താണ്. ഏറ്റവും നല്ല ദഅവത്ത് ഷഹാദത്താണ്. ഷഹാദത്ത് എന്താണ്? സ്വയം സാക്ഷ്യം വഹിക്കലാണ്. എന്നെ കണ്ടാൽ മതി അയാൾക്ക് ഇസ്ലാം മനസ്സിലാവും. തക്ദീബിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സ്വഭാവ നിലപാടുകൾ, ഇടപാടുകൾ, സംസാരം എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പം തന്നെ ആൾക്കാർക്ക്, അതുകൊണ്ടാണല്ലോ പിന്നെ ഈ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകനെ പ്രവാചകൻ്റെ നയങ്ങളെ വെറുത്തിരുന്നവർ പോലും പ്രവാചകനെ എന്ത് ചെയ്തിരുന്നില്ല, വെറുത്തിരുന്നില്ല എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നയങ്ങളെ വെറുത്തിരുന്നവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അയൽവാസിയായിട്ട് വേണമെന്ന് ശാഠ്യം പിടിച്ചിരുന്നു. അപ്പം സ്വയം നന്നാകുക എന്ന് വെച്ചാൽ ജീവിതം കൊണ്ട് ദഅവത്ത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, ഈ ആയത്ത് നമുക്ക് കാണാതറിയാം. എന്താണ് ഏറ്റവും നല്ല വിളി? ഏതാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വിളിയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? വ അമില സ്വാലിഹൻ, സ്വയം എന്ത് ചെയ്യണം, അമലു സാലിഹത്ത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട് എന്ത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ കൽബി ലൻ ഫല്ലു മിൻ ഹൗലിക്, നീ എങ്ങാൻ പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ നിനക്ക് ചുറ്റും എന്തായിരുന്നില്ല, ഒരാളും നിൽക്കൂല എന്ന് ആരോടാ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. അവസാനത്തെ പോയിന്റ്, പരിശ്രമമാണ് പ്രധാനം. റിസൾട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഇസ്ലാമികമായിട്ട് ഒരു പരിധിയിലപ്പുറം പ്രസക്തമേ അല്ല. അത് ഈ വിഷയത്തിലല്ല, ഏത് വിഷയത്തിലും അങ്ങനെയാണ്. അള്ളാഹു വിചാരിച്ചതേ നടക്കുകയുള്ളൂ. നമ്മളുടെ പരിശ്രമത്തിനാണ് അള്ളാഹു കൗണ്ട് ചെയ്യുക. ഇതിന് ചരിത്രത്തിൽ ആരെങ്കിലും ഒരു തെളിഞ്ഞ ഉദാഹരണം ഉണ്ടെങ്കിൽ അതാരാണ്? നൂഹ് നബി അലൈഹി സ്വലാമാണ്. അതിലപ്പുറം നമുക്കിത് പഠിപ്പിച്ചു തരാൻ വേറെ ആരുമില്ല. അത്രയും വർഷം, എന്നാൽ എപ്പം വേണമെങ്കിൽ പണി നിർത്താമായിരുന്നു. അത്രയും വർഷം ആ പണി എടുത്തു എന്നതുകൊണ്ടാണ്. നൂഹ് നബി അലൈഹി സ്വലാം എന്തുകൊണ്ടായിരിക്കും സ്വർഗത്തിലെത്തുക? ഇത്ര പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് ആയിരിക്കൂല, ഇത്ര പേരെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നത് കൊണ്ടായിരിക്കും. അപ്പം അള്ളാഹു പിന്നെ നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു തിരിച്ചറിവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ ഇരുത്തത്തിൽ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞതിന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മെസ്സേജ് കൺവേ ആയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് വളരെ ഗൗരവപ്പെട്ടൊരു ഉത്തരവാദിത്തമാണ്. ഖുർആനിൽ വളരെ പിന്നെ ധാരാളമായി പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കപ്പാസിറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഇടങ്ങളിൽ അതിനുവേണ്ടി അറ്റ്ലീസ്റ്റ് നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും വേണം, നമുക്ക് ആരെങ്കിലോടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഒന്നുമില്ലെങ്കിൽ ചെറിയൊരു തിരുത്തെങ്കിലും നമുക്ക് ആൾക്കാരിൽ വരുത്താൻ കഴിയുക എന്നുള്ളത് വളരെ ഇതാണ്. ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, നമ്മളിലൂടെ ഒരാൾ നന്മ അറിഞ്ഞിട്ട് അയാൾ ആ നന്മ ചെയ്യുമ്പോൾ നമുക്കും ആ നന്മയുടെ ഫലം കിട്ടും. ആലോചിച്ചൊക്കെ ഗ്രേറ്റ് എന്താണ്, അതിലപ്പുറം ഗ്രേറ്റ് ആയിട്ടുള്ളൊരു എന്താണ് പ്രോഫിറ്റബിൾ ബിസിനസ് വേറെ ഇല്ല. പഠിച്ചോ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ പിന്നെ അവൻ്റെ ദീൻ എത്തിക്കാതിരുന്ന സമയങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു അതിന് പരിശ്രമിക്കാത്തത് നമ്മുടെ ദൗർബല്യമായിട്ടും പിന്നെ തിരിച്ചറിവില്ലായ്മയായിട്ടും കണക്കാക്കിയിട്ട് പഠിച്ചോ നമുക്കത് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കാനുള്ളൊരു അറിവും ഈമാനും ധൈര്യവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതിനുള്ള അവസരങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ. മനുഷ്യരിലേക്ക് അവൻ്റെ ദീനിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തിരിച്ചറിവും നീയത്തും ഈമാനുമൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.